അങ്ങനെ എല്ലാവരും കാത്തിരുന്ന രജനി ചിത്രമായ തലൈവർ 171 എന്ന സിനിമയുടെ ഒരു പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൂലി എന്നാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്. ലോകേഷ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത് അനിരുദ്ധും കൂടിയാണ്. സിനിമയ്ക്ക് ആക്ഷൻ രംഗങ്ങളെല്ലാം ഒരുക്കുന്നത് അൻബർഗ് മാസ്റ്റേഴ്സും കൂടിയാണ്. എന്തായാലും ഈ സിനിമ ഒരു പക്ക ഗാങ്സ്റ്റർ ഫിലിം ആകുമെന്നും പ്രതീക്ഷിക്കാം. അമൽ നീരദ് അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ കുഞ്ചാക്കോബനെ നായകനാക്കിയുള്ള ചിത്രം. സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഇത് അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ ഈ വർഷം ഒക്ടോബർ മാസം 10-ാം തീയതി റിലീസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ അപ്ഡേഷൻസ് എല്ലാം ഇനി പ്രതീക്ഷിക്കാവുന്നതാണ്. സുഷിൻ ശ്യാമാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്. ധനുഷ് നായകനാവുന്ന അടുത്ത ചിത്രമാണ് റായൻ എന്ന ചിത്രം. സിനിമയുടെ ഒരു ഫസ്റ്റ് സിംഗിൾ ഇപ്പോൾ മെയ് മാസം തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ധനുഷായിരിക്കും ആ ഫസ്റ്റ് സിംഗിൾ പാടുക എന്നും കൂടാതെ തന്നെ സിനിമയുടെ റിലീസ് ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലോ പ്രതീക്ഷിക്കാം. അജിത്ത് നായകനാവുന്ന ചിത്രമാണല്ലോ ഗുഡ് ബൈ ഡഗ്ലി എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി തെലുങ്ക് താരം ശ്രീലീലയും എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയിലെ തന്നെ ഒരു മികച്ചൊരു വേഷമായിരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. സിനിമയിൽ വില്ലൻ വേഷത്തിൽ ഒരു പക്ഷേ എത്തുക ബോബി ഡിയോളും കൂടിയായിരിക്കും. സിനിമയുടെ ഒരു അപ്ഡേറ്റ് എല്ലാം മെയ് മാസം 1-ാം തീയതി എല്ലാം പ്രതീക്ഷിക്കാം. നിവിൻ പോളി ചിത്രം ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കൊൽക്കത്തയിലായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. 18 വർഷങ്ങൾക്ക് ശേഷം സൂര്യയും ജ്യോതികയും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. ഈ സിനിമ ഇപ്പോഴത്തെ സംവിധാനം ചെയ്യുക അഞ്ജലി മേനനോ അല്ലെങ്കിൽ ഹലിത ഷമീമോ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഉടൻ തന്നെ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് എല്ലാം പ്രതീക്ഷിക്കാം. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയിൽ ഇപ്പോഴത്തെ ശോഭനയും മോഹൻലാലിനെയും കൂടാതെ തന്നെ മണിയം പിള്ള രാജു, ഫർഹാൻ ഫാസിൽ, ബിനു പപ്പുവും എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ധനുഷ് നായകനാവുന്ന ധനുഷിന് 51-ാമത്തെ ചിത്രമാണല്ലോ കുബേര എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ മുംബൈയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സിനിമയുടെ ഷൂട്ട് 10 ദിവസത്തോളമായിരിക്കും മുംബൈയിൽ ഉണ്ടാവുക. ഈ ഭാഗങ്ങളിൽ രാഷ്മികയും ധനുഷുമുള്ള കോംബോ സീൻസാണ് ഷൂട്ട് ചെയ്യുന്നത്. നിവിൻ പോളിയുടെ അടുത്തതായി റിലീസിനെത്തുന്ന ചിത്രമാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം. സിനിമയുടെ റൺ ടൈം ഇപ്പോഴത്തെ 2 മണിക്കൂർ 51 മിനിറ്റ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ മെയ് 1-ാം തീയതി ആയിരിക്കും റിലീസിനെത്തുക.